അസ്സലാമു അലൈക്കും. ഫെബിനയും വീട്ടുകാരും അവിടെ നിന്നും പോയി മറഞ്ഞതോടെ ഹാളിലേക്ക് വന്ന ഷാഫി ഉറക്കെ ഡോർ അടച്ചു. എന്നിട്ട് എല്ലാവരോടായി ചോദിച്ചു, അല്ല, നമ്മൾ മാത്രം സംസാരിച്ചാൽ നമ്മൾ മാത്രം അറിയാൻ പാടുണ്ടായിരുന്ന ഈ വീട്ടിലെ സംസാരം അവൾ എങ്ങനെയാണ് അറിഞ്ഞത്? അതെങ്ങനെ പുറത്തു പോയത്? ഷാഫിയുടെ സംസാരം കേട്ട ഉമ്മ പറഞ്ഞു, അതാണ് എനിക്കും അറിയാത്തത്. ഇവിടെയുള്ള ആരെങ്കിലും പറയാതെ അവൾ ആ കാര്യം പറയില്ല. സുറുമി അവളെ കണ്ടപ്പോൾ തന്നെ ഇത് നിനക്ക് പറ്റിയ പെണ്ണല്ല എന്ന് പറഞ്ഞ കാര്യം നീ വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നില്ല മോനെ? ആ ഉമ്മ, ഞാനേ ആ സെജീറിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അവൻ ആരോടും പറയില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇനി ഞാനൊന്ന് അവനോടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ, ഇനി അവനെ അറിയാതെ എങ്ങാനും പറഞ്ഞോ എന്നുള്ളത് അതൊന്ന് ക്ലിയർ ചെയ്യാലോ. എന്നാൽ പിന്നെ നമുക്ക് ഓൻ്റെ അടുത്ത് നിന്ന് പോയതാന്നുള്ളൊരു പ്രശ്നം വരില്ലല്ലോ. അവൻ സെജീറിന് ഫോൺ വിളിച്ചു. ഫോൺ റിങ് ചെയ്തു. സെജീർ ഫോൺ എടുത്തു. ഹലോ ആ സെജീറേ, പിന്നെ എന്താ ഷാഫി ഈ നേരത്ത്? ആ സെജീറേ, ഒരു കാര്യം ഞാൻ എന്നോട് ചോദിക്കാൻ വേണ്ടി വിളിച്ചാട്ടാ. അല്ലടാ, ഇന്നെൻ്റെ ആദ്യ രാത്രിയല്ലേ, ഈ പാതിരാക്ക് എന്താ വിളിക്കണേ? എന്തായി? എല്ലാതും കഴിഞ്ഞോ? അതൊന്നുമില്ലടാ, അതൊക്കെ പോടാ. ഒരു കാര്യമുണ്ട്, അതൊന്നും ഈ സമയത്ത് അതൊന്നല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നല്ല ഞങ്ങളാരും. എന്താടാ പ്രശ്നം ഷാഫി? പിന്നെ ഞാൻ വന്ന് സുറുമിത്ത പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞില്ലേ എന്നാ? ആ പെണ്ണിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ സുറുമിത്ത ഇതെനിക്ക് പറ്റിയ പെണ്ണല്ലാന്ന് തോന്നുന്നു പറഞ്ഞ കാര്യം ഈ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലടാ, ഞാൻ അതാരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണേ? നമ്മളിപ്പോൾ ആരോടും പറയില്ലല്ലോ, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാമെന്ന് അങ്ങനെ പാടില്ലല്ലോ. എന്താടാ പ്രശ്നം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ സെജീറേ, അതൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊരു ടെൻഷനില്ല. എനിക്ക് പിന്നെ നാളെ വിളിക്കാം. ഏതായാലും ഇന്നിപ്പോൾ രാത്രിയല്ലേ, ഈ ഉറങ്ങായിരിക്കില്ലേ? സോറിടാ, ബുദ്ധിമുട്ടിന് ക്ഷമിക്കണം കേട്ടോ. അതൊന്നും സാരില്ല ഷാഫിയെ, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ എന്നുള്ള. നിനക്ക് എപ്പോഴും എന്നെ വിളിക്കാമല്ലോ. ആ എന്നാൽ ശരിയടാ, ഞാൻ നാളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. ഓക്കെ. സെജീറിൻ്റെ ഫോൺ കട്ട് ചെയ്ത ഉടനെ അവൻ പറഞ്ഞു, സെജീറേ, ഈ വിഷയത്തെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ അത് ആരാ പറഞ്ഞത്? അതെനിക്കറിയണം. ഈ വീട്ടിലുള്ള ആരാ അത് അവളോട് പറഞ്ഞത് എന്ന് എനിക്ക് സത്യം അറിയണം. ആരായാലും പറഞ്ഞോളേ, ആരെങ്കിലും അറിയാതെ പറഞ്ഞതാണെങ്കിലും സത്യം പറയണം. ഇവിടെ നടക്കുന്ന ഒരു കാര്യം പാടി നടക്കരുത്. ഇപ്പോൾ അവൾ എത്ര ആളുടെ മുന്നിൽ വെച്ചാൽ നമ്മുടെ സുറുമിത്തെ എന്നെ അപമാനിച്ചത്. അവൾക്കത് പറഞ്ഞു കൊടുത്തത് ആരാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാവാതെ നോക്കണം. എനിക്കിവിടെ എല്ലാവരെയും വിശ്വാസമാണ്, എന്നാലും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം നമ്മളെ എല്ലാവരും അവൾ അപമാനിച്ചില്ലേ? എത്ര ആളുടെ മുന്നിൽ വെച്ച് നമ്മളെ വീട്ടുകാരുടെ എല്ലാവരും അവളെ അപമാനിച്ചില്ലേ? ആലോചിക്കാൻ പോലും വയ്യ. അവൾ എന്ത് അപവാദം പറഞ്ഞുണ്ടാക്കിയത്? സ്വന്തം ഉമ്മാനെപ്പോലെ ഞാൻ കാണുന്നത്, സ്വന്തം പെങ്ങളെപ്പോലെ ഞാൻ സുർമിത്താനെ കാണുന്നത്. അതേപോലെ സുർമിത്ത എന്നെ മോനെപ്പോലെയും അനിയനെ പോലെയാണ് കാണുന്നത്. എന്നിട്ട് അവളെ എന്തെല്ലാം അപവാദം പറഞ്ഞുണ്ടാക്കിയത് പഠിച്ചോനെ. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ അവളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് വരുന്നത്. ഷാഫി ആരുടെയും മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്നും പറയാതെ നിന്നു. ആ കാര്യം ആര് പറഞ്ഞതാണെങ്കിലും അത് എല്ലാവർക്കും വേണ്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. വെറുപ്പിച്ചാൽ ആരാണെന്നും എന്താണെന്നും നോക്കാതെ പെരുമാറുന്ന സ്വഭാവമാണ് ഷാഫിയുടേത്. സ്നേഹിച്ച അവനെപ്പോലെ ഒരാളെ മകനായും ആങ്ങളെയും ലഭിക്കാൻ ആരും കൊതിക്കുകയും ചെയ്യും. ഫെബിനയും കുടുംബവും ഇപ്പോൾ കണ്ട ഷാഫിയല്ല യഥാർത്ഥത്തിൽ അവനെന്നുള്ളത് അവനെ അടുത്തറിയുന്നവർക്ക് മാത്രമായിരിക്കും അറിയുന്നുണ്ടാവുക. കാരണം ഷാഫിയെ പോലെ ചിന്തിക്കുന്നവർ വളരെ കുറച്ച് പേര് മാത്രമേ ഈ ദുനിയാവിൽ തന്നെ കാണൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആർക്കും നൽകാത്ത പലതും പഠിച്ചവൻ അവന് നൽകിയതും. അതവനും പഠിച്ചവനും അറിയാവുന്ന രഹസ്യം മാത്രമാണ്. ഷാഫിയുടെ സംസാരം കേട്ട് ജ്യേഷ്ഠൻ അജ്മൽ ചോദിച്ചു, പിന്നെ ഷാഫി, എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നിനക്കിനി അവളെ തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ? ഷാഫി, എന്ത് താല്പര്യം? എനിക്ക് അവളെ ഓർക്കാൻ കൂടി വയ്യ. ഇനി എനിക്കൊരു പരീക്ഷണം നടത്താൻ വയ്യ. എല്ലാം ഇത് മറ്റുള്ള കാര്യങ്ങൾ പോലെയാണോ? ഇത് ദാമ്പത്യമാണ്. തുടക്കത്തിൽ തന്നെ അവൾ നമ്മളെ അപമാനിച്ച് അപവാദം പറഞ്ഞു. ഇനിയും അവളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാ? പിന്നെ ആ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്കിനി അവളെ വേണ്ടേ?
ഞാൻ കോല് മുറിച്ചിട്ട് പറയാം, എനിക്ക് ഇനി അവളെ വേണ്ട. ഡൈവേഴ്സിനുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യണം. തുടക്കത്തിൽ തന്നെ ഓളെ സംസാര രീതി കണ്ടില്ലേ? അവളെങ്ങനെയാണ് മാറ്റിയെടുക്കാൻ എന്നെക്കൊണ്ടൊന്നും കഴിയൂല. ഇതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി, അതെൻ്റെ മാത്രം വിധിയാണ്. എനിക്കതിലിപ്പോൾ ഒരു പ്രശ്നവുമില്ല. പടച്ചോനെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വരാൻ കിടക്കുന്നത് അതൊക്കെ വിധിച്ചതൊക്കെ വരൂലേ, അതൊക്കെ നമ്മൾ സഹിക്കന്നെ. സുറുമിത്ത പറഞ്ഞ കാര്യം അന്ന് തന്നെ ഞാൻ ആരോടും പറയാതെ അഭിപ്രായം ചോദിക്കാതെ ഒഴിവാക്കണമായിരുന്നു. പക്ഷേ പടച്ചോൻ തോന്നിപ്പിക്കണ്ടേ, ഇതിങ്ങനെയൊക്കെ സംഭവിക്കാൻ പടച്ചോൻ്റെ വിധി ഉണ്ടാവും. അതാവും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാരമില്ല, എല്ലാം പടച്ചോൻ നല്ലതിനാവും തരുന്നത്. എല്ലാം നമ്മൾ അനുഭവിക്കണ്ടേ. ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണ്ടേ. പടച്ചോൻ പരീക്ഷണങ്ങൾ തരുന്നത് അവനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ലേ. അതുപോലെ പടച്ചോനെ എന്നെ ഇഷ്ടമുണ്ടാവും, അതാവും ഈ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഇങ്ങനത്തെ ഒരു പരീക്ഷണമൊക്കെ തന്നത്. സാരമില്ല. അതേ മോനെ, നമ്മൾ സുറുമിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത് വേണ്ടില്ലായിരുന്നു. കാണാൻ പോയി വരുമ്പോൾ അവൾ എന്നോട് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാനാണ് ഓളോട് ഈ ഒന്നും അവനോട് പറയണ്ട, ഈ കല്യാണമെങ്കിലും എങ്ങനെയെങ്കിലും നടന്നോട്ടെ എന്ന് പറഞ്ഞ് ഓളെ വിലക്കിയത്. ഇപ്പം അത് വേണ്ടില്ലായിരുന്നു മോളെ. നമ്മളെ സുറുമിക്ക് ഒറ്റ നോട്ടത്തിൽ ഒരാളെ കണ്ടാൽ മനസ്സിലാവും, അവളെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയും. എനിക്ക് ഇപ്പോഴാണ് ആ കാര്യത്തിൽ കുറ്റബോധം തോന്നുന്നത്. ഓള് പറഞ്ഞ കാര്യങ്ങൾ അന്ന് തന്നെ കേട്ടിരുന്നെങ്കിൽ അത് നമുക്ക് ഒരു നഷ്ടം വരില്ലായിരുന്നു. ഈ ഒരു ദിവസം നമ്മൾ ബുദ്ധിമുട്ടിട്ടില്ലായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞതായിരുന്നു, ഷാഫിക്ക് ഇഷ്ടപ്പെട്ടല്ലോ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവുമെന്ന് കരുതി. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു കുരിപ്പായിരുന്നു എനിക്കറിയില്ലായിരുന്നു മോനെ. ഉമ്മയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ഷാഫിയുടെ സമനില തെറ്റി. ഉമ്മയാണെന്ന് ഓർമ്മ വന്നതോടെ ദേഷ്യം കടിച്ചമർത്തി അവൻ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും മക്കളോടൊരു കടമയും ഇല്ലല്ലോ അല്ലേ? ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട അതിനെനിക്ക് പിടിച്ചു തരാമെന്ന ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ ഉമ്മ. ഒരു ആൺകുട്ടിക്ക് കല്യാണം നോക്കുമ്പോൾ അവനേക്കാൾ കൂടുതൽ അവൻ കെട്ടുന്ന പെൺകുട്ടിയെ കാണാനും സംസാരിക്കാനൊക്കെ കഴിയുന്നതേ അവൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ്. അവർക്ക് ആ ബോധമില്ലെങ്കിൽ എൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ഇതുപോലുള്ള മറ്റുള്ള വീട്ടിലെ പയ്യന്മാർക്കും. എന്നിട്ട് പെൺകുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ കുറ്റം പറയാൻ ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കും പിന്നെ മുന്നിലെ സൊഫിൽ. ഷാഫിയുടെ ദേഷ്യത്തോടെയുള്ള കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഉമ്മയൊന്നും പറഞ്ഞില്ല. കാരണം എല്ലാത്തിനും കാരണക്കാരി ഞാനാണ്. സുറുമി പറഞ്ഞ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ അവരുടെ മാലിൽ പോയി ഉപ്പയും കാക്കമാരൊക്കെ പോയി ഡൈവോഴ്സിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുക. എന്തായാലും ഒഴിവാക്കലല്ലാതെ ഒരു ഒത്തുതീർപ്പിനും ഞാൻ റെഡിയില്ലെന്ന് അറിയിച്ചു വന്നാൽ മതി. കൂടുതൽ വൈകാതെ എല്ലാവരും അവരുടെ മുകളിലേക്ക് പോയി. ഷാഫി കുറച്ചു നേരം കൂടി അവിടെ എങ്ങനെ ഇരുന്നു. ഒരുപാട് നേരമായപ്പോൾ എഴുന്നേറ്റ് മുഖം കഴുകി റൂമിലേക്ക് വന്നു. കെട്ടാൻ പോകുന്ന പെണ്ണിന് വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കുകയും അവസാനം അവൾക്ക് മാത്രമായി ഒരായുസ്സുകൊണ്ട് ഒറ്റക്കേറ്റി നടന്ന സ്വപ്നങ്ങൾ ഇറക്കാൻ ചെന്നപ്പോൾ കണ്ട നിമിഷങ്ങളോർത്ത് വിതുമ്പി കരയാനാവാതെ നിൽക്കുന്ന ഷാഫി എന്ന വെറും മനുഷ്യനെ നോക്കാനാവാതെ ആ മണിയറ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. കൈകൾ രണ്ടും പിറകിൽ കെട്ടി നിശബ്ദതയും ഷാഫിയുടെ ഹൃദയമെടുപ്പും മാത്രമുള്ള ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഷാഫി ദുഃഖങ്ങൾ മായ്ച്ചു കൊണ്ടിരുന്നു. പരീക്ഷണങ്ങൾ ഇറങ്ങിയ ആ റൂമിൽ ഒറ്റക്കായവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്കാരുമില്ലെങ്കിലും നിന്റെ യജമാനനായ ഞാനുണ്ടെന്ന് ഉറപ്പ് തന്ന വധൂതായ റബ്ബിനോട് ഷാഫി മനസ്സിൽ മന്ത്രിച്ചു. ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും ആരും മോഹിക്കുന്ന സൗകര്യങ്ങളും എനിക്ക് നൽകി എൻ്റെ നാഥ, എന്നെ നീ കൂടുതൽ സങ്കടങ്ങളിലേക്ക് എത്തിക്കാതെ എനിക്കെല്ലാം നേരിടാനുള്ള ക്ഷമയും സാഹചര്യങ്ങളും നൽകണമേ എന്നവൻ മനമുരുകി പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ കരഞ്ഞതെന്നാണെന്ന് പോലും ഓർമ്മയില്ലാത്ത ഷാഫിയുടെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഇന്ന് എന്ത് സന്തോഷത്തിൽ നിൽക്കേണ്ട ഈ മണിയറയാണ് ഇന്നിതാ മൂകമായിട്ട് നിൽക്കുന്നു. പഠിച്ചോനെ, നീ എനിക്ക് എന്തിനാ ഇങ്ങനെയൊരു വിധി തന്നത്? മണിയറയിൽ തങ്ങി നിൽക്കുന്ന ഫെബിനയുടെ പെർഫ്യൂമിൻ്റെ മണം വെറുപ്പിൻ്റെ മണമായി അവൻ അനുഭവപ്പെട്ടു. കണ്ണുകൾ തുടച്ച് എഴുന്നേൽക്കാനൊരുങ്ങുമ്പോഴാണ് ഉമ്മ വാതിലിൽ മുട്ടുന്നത്. ഇൻഷാ അല്ലാ
പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ കഥകളൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നമുക്ക് നാളെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.